ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് +2 മാത്തമാറ്റിക്സിനകത്തെ സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഇത് സബ്ജക്റ്റീവ് ലെവലും ഒബ്ജക്റ്റീവ് ലെവലും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ തന്നെ മിസലേനിയസ് എക്സർസൈസിലെ ചോദ്യങ്ങൾ പലതും നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെഷനിൽ നിന്ന് ബോർഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷനും 100% സ്കോർ ചെയ്യാനായിട്ട് ഈ ചാപ്റ്ററിലെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് പതുക്കെ തുടങ്ങാം. ഇതിനകത്ത് ആകെ നമുക്ക് പഠിക്കാനുള്ളത് ഡൊമൈനും റേഞ്ചും അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ഗ്രാഫുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫുകളെ പറ്റി മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഡീൽ ചെയ്യാനുള്ളത്. ആദ്യം ഡൊമൈനുകളും റേഞ്ചുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം. നിങ്ങളതെല്ലാം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഓർത്ത് വെക്കാനുള്ള ആ ഒരു ട്രിക്ക് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടതെന്ന്. അതിനകത്ത് ഡൊമൈൻ ആൻഡ് റേഞ്ചസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 + 1 ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് -1 + 1 ആണ്. അതിനെ രണ്ടിനെയും കൂടി ചേർത്ത് വെച്ച് അത് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ. അത് ഓർത്ത് വയ്ക്കാനുള്ള ലോജിക്കാണ്. സൈൻ ഇൻവേഴ്സിനെയും സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നതും കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നതും ഒരുമിച്ച് ചേർത്ത് വെച്ച് ഓർമ്മയിൽ സൂക്ഷിക്കുക. -1 + 1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവലാണ്. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് മെമ്മറിയിലേക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസും കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസും ഒരുമിച്ച് ചിന്തിക്കുക. അവിടെ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഫംഗ്ഷൻ ബിലോങ്സ് ടു എക്സ് ബിലോങ്സ് ടു എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നതാണ് അല്ലേ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഹിയർ ഓൾസോ എക്സ് ബിലോങ്സ് ടു ആർ ആണ്. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ കേസിലും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ കേസിലും ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ബിലോങ്സ് ടു -1 + 1. ഹിയർ എക്സിൻ്റെ വാല്യൂ ബിലോങ്സ് ടു -1 + 1. അതുപോലെ ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ക്ലബ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാം, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി സീക്ക് ഇൻവേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോഴും സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസ് എടുക്കുമ്പോഴും കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസ് എടുക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 + 1 ആണ്. ഇങ്ങനെ ക്ലബ് ചെയ്ത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്കാലവും അത് നമ്മുടെ മെമ്മറി കിടക്കും. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ഡൊമൈൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റേഞ്ചുകളെ പറ്റിയുള്ള ചിന്തയും. അപ്പോൾ ആ റേഞ്ചിനെ നമ്മൾ പഠിക്കുമ്പോൾ ഏത് രീതിയിൽ ഫംഗ്ഷനെ ക്ലബ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് നോക്കും. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -90 to +90 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ്. അതേപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ -90 +90 ആണ്. ഇതേപോലെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസ് എടുക്കുമ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -90 +90ൽ നിന്ന് അതിൻ്റെ ഡിഫൈൻഡ് അല്ലാത്ത ഒരു പോയിൻ്റ് ഉണ്ട്, മിഡിൽ എലമെൻറ്റ് 0 അങ്ങ് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ ഒരു സുഖമുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് -90 +90, ടാൻ ഇൻവേഴ്സിൻ്റെ പറയുമ്പോൾ ഓപ്പൺ ഇൻ്റർവൽ, കൊസീക്ക് ഇൻവേഴ്സിൻ്റെ പറയുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് മിഡിൽ എലമെൻറ്റ്. ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ക്ലോസ്ഡ്, ടാൻ ഇൻവേഴ്സ് ഓപ്പൺ ഇൻ്റർവൽ, കൊസീക്ക് ഇൻവേഴ്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് മിഡിൽ എലമെൻറ്റ് എന്ന് പറയും. ഇതേ സെൻസിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും, -90 +90 ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. ഇതേ സെൻസിൽ നമ്മൾ അടുത്ത ഗ്രൂപ്പിനെ പറ്റി ചിന്തിക്കാം. 0π ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാ നോക്കിയേ, കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസിൽ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. അതുപോലെ കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 0π ആണ്. ഇനി അതേ സെയിം മാനറിൽ നമ്മൾ ചിന്തിക്കുക, സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസ് എടുക്കുമ്പോൾ റേഞ്ച് ആരാ വരിക, ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സീക്ക് ഡിഫൈൻഡ് അല്ലാത്ത ഒരു പോയിൻ്റ് ആണ് π/2 എന്ന് പറയുന്നത്. ആ എലമെൻറ്റിനെ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെയാണ് റേഞ്ചിനെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇത് നമ്മൾ അല്പം വിശാലമായിട്ടൊന്ന് ചിന്തിച്ചാൽ -90 +90 എന്ന് പറയുന്നത് ഏതൊക്കെ ഗ്രൂപ്പിലാണ് നോക്കുക, ഏതൊക്കെ ക്വാഡ്രന്റുകളിലാണ് വരിക നോക്കുക. എക്സ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ആംഗിൾ വാല്യൂ ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. അതേപോലെ
ടാൻ ഇൻവേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോഴും എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. അതേപോലെ കൊസീക് ഇൻവേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോഴും എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ആംഗിൾ ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ആംഗിൾ ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. കണ്ടോ, -90 +90 ഗ്രൂപ്പ് ആണെങ്കിൽ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ആംഗിൾ ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റും എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ആംഗിൾ ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റുമാണ് വരിക. ഇനി ഇതേ സെൻസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്ത കേസ് കണ്ടോ, കോസ് ഇൻവേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ 0 to π എന്ന് വരിക. പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, എക്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും ആംഗിൾ കിടക്കുക. അതേപോലെ കോട്ട് ഇൻവേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും കിടക്കുക. സീക്ക് ഇൻവേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോഴും എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റും നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. അപ്പോൾ ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോഴും എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ആംഗിൾ ഓൾവേസ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ഇഫ് എക്സ് ഇസ് നെഗറ്റീവ് -90 +90 ഗ്രൂപ്പ് ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലും. 0 π ഗ്രൂപ്പ് ആണെങ്കിൽ അതാരാണ്? കോസ് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും അതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സുമാണ്. 0 π ഗ്രൂപ്പ് ആണെങ്കിൽ ആംഗിൾ ലൈസ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും കിടക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വിശദമായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടി, എക്സ് നെഗറ്റീവ് വരുന്ന കേസിൽ ഡയറക്റ്റ് റിസൾട്ടുകളുണ്ട് കേട്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ എന്താ? -sin ഇൻവേഴ്സ് x. ഇതും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോജിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് -x നമുക്ക് പറയാൻ പറ്റും, ടാൻ ഇൻവേഴ്സ് ഓഫ് -x നമുക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എടുക്കാവുന്ന കാര്യമാണിത്. ഇവന്മാർ ഏത് ഗ്രൂപ്പാണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, -90 +90 ഗ്രൂപ്പ് എന്ന്. -90 +90 ഗ്രൂപ്പിലാണെങ്കിൽ എക്സ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻവേഴ്സിനോട് നെഗറ്റീവ് ചേർത്ത് ഓർത്തിരുന്നാൽ മതി. അതേപോലെ അടുത്ത കേസ് നോക്കിക്കേ, നമ്മുടെ 0 π ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് കോസ് ഇൻവേഴ്സ് ഓഫ് -x, രണ്ട് കോട്ട് ഇൻവേഴ്സ് ഓഫ് -x, സീക്ക് ഇൻവേഴ്സ് ഓഫ് -x അല്ലേ. കോസ് ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും അവിടെയൊക്കെ എക്സ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട്? π - π - അപ്പോൾ π - π - എന്ന് ഓർത്തിരിക്കുന്ന ഏത് ഗ്രൂപ്പിലാണ്? 0 π ഗ്രൂപ്പ് ആണെങ്കിൽ എക്സ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എന്താ? π - π - ഡയറക്റ്റ് ഇതാ -90 +90 ഗ്രൂപ്പ് ആണെങ്കിൽ സൈൻ ഇൻവേഴ്സിൻ്റെ കേസാണ് വരുന്നത്. സൈൻ ഇൻവേഴ്സിൻ്റെ കേസും കൊസീക് ഇൻവേഴ്സിൻ്റെ കേസും അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സിൻ്റെ കേസും ഡയറക്റ്റ് മൈനസ് ചേർത്ത് ഇൻവേഴ്സ് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു ട്രിക്കിലൂടെ ഈ രണ്ട് മേജർ റിസൾട്ടുകൾ നമ്മുടെ മെമ്മറിയിൽ കോർത്തിണക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ആദ്യത്തെ ചോദ്യം പറയുന്നത് ഇതാണ്. നമ്മുടെ NCERT എക്സർസൈസിലെ 2.1 എന്ന് പറയുന്ന എക്സർസൈസിൽ കുറച്ചധികം ചോദ്യങ്ങളിൽ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, നമ്മുടെ റേഞ്ചിനുള്ളിൽ കിടക്കുന്ന, നമ്മളിപ്പോൾ ടേബിളിൽ കണ്ടുവച്ച റേഞ്ചിനുള്ളിൽ കിടക്കുന്ന ആംഗിൾ വാല്യൂസിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുക. അപ്പോൾ അതിനുള്ളിൽ കിടക്കുന്ന എക്സാക്ട് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുക. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ -1/2 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ റേഞ്ചിനുള്ളിലെ ആംഗിൾ എന്താണ് എന്നാണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് NCERTയുടെ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് വളരെ ലോജിക്കലി ആൻസർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്നും ഈ രണ്ട് വ്യത്യസ്ത രീതിയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആദ്യം നമുക്ക് പറയാം, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഈക്വൽ ടു അതിനെ തീറ്റ എന്നങ്ങ് വിളിക്കുക. അതിനെ തീറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ സംഭവിക്കുക? സൈൻ തീറ്റ എന്ന് പറയുന്നത് -1/2 വരില്ലേ? സൈൻ തീറ്റ -1/2 ആണ് വരുന്നതെങ്കിൽ ആ മൈനസിനെ അവിടെ ഇട്ടേക്കൂ. 1/2 എന്ന് പറഞ്ഞാൽ ആരാണ് 1/2 വരുന്നത്? സൈനിൻ്റെ ഏത് വാല്യൂ എടുക്കുമ്പോഴാണ് 1/2 വരുന്നത്? സൈൻ π/6 എടുക്കുമ്പോഴാണ് 1/2 വരുന്നത്. സൈൻ തീറ്റ -sin π/6 എന്ന് പറഞ്ഞ രീതിയിൽ വരുവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ +1 ട്രിഗണോമെട്രിയിൽ സൈൻ ഓഫ് -θ -sin തീറ്റ. അപ്പോൾ -sin തീറ്റ ആണ് വരുന്നതെങ്കിൽ അതിനെ നേരെ റിവേഴ്സിൽ എന്ത് പറയാൻ പറ്റും? സൈൻ ഓഫ് -θ എന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് സൈൻ ഓഫ് -π/6 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഓഫ് -π/6 ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ? തീറ്റ എന്ന് പറയുന്നത് -π/6 ആണ്. ദാറ്റ് ബിലോങ്സ് ടു ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. -90 +90, സോ പ്രിൻസിപ്പൽ വാല്യൂ ഈക്വൽ ടു -π/6. കണ്ടോ, ഇവിടം വരെയും പോയി. ഇതാണ് നമ്മുടെ NCERT ബേസ് ചെയ്ത്
ചെയ്ത് ചിന്തിച്ചാൽ സ്റ്റെപ്പുകൾ എഴുതി പോകേണ്ടുന്നത്. ഇത് നമുക്ക് ഒരു ഷോർട്ട് ആൻസർ, വളരെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്, അതായത് 1 മാർക്ക് ചോദ്യമാണ്. ഇതിനകത്ത് ഒത്തിരി സ്റ്റെപ്പുകളൊന്നും നമ്മൾ എഴുതി പോകേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെയെങ്കിൽ നമുക്കിത് എങ്ങനെ മനസ്സിൽ കണക്കൂട്ടി ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പഠിച്ച റിസൾട്ടില്ലേ, സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 ഈക്വൽ ടു മൈനസ് പുറമേ ഇടട്ടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5/6 അല്ലേ, ആ മൈനസ് സ്റ്റാർട്ടിങ്ങിൽ കിടപ്പില്ലേ, ഇതല്ലേ നമ്മുടെ ഫൈനൽ വാല്യൂ. ഇത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് എലമെൻ്റ് അല്ലേ, അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ എന്നല്ലേ ഇത് നമുക്ക് -90 ഡിഗ്രി +90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് കിടക്കുന്നതായതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂസ് ഈക്വൽ ടു -5/6 കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ മിനിമം സ്റ്റെപ്പിൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. റിസൾട്ട് സെക്കൻഡ് നമ്മൾ പഠിച്ച റിസൾട്ട് നമുക്ക് അറിയാമെങ്കിൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കാണാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. ഇത് നമ്മൾ സാധാരണ സബ്ജക്റ്റീവ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. ലെറ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറയുന്നതിനെ തീറ്റ എന്ന് വിളിക്കും. എന്നിട്ട് എന്ത് പറയും? കോസ് തീറ്റ എന്ന് പറയുന്നത് -1/2 എന്ന് പറഞ്ഞിട്ട് മൈനസ് അവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പറയുക കോസ് ഇത് എന്തിന് സെയിം ആണ്? π/3ക്ക് സെയിം. കോസ് 60 ഡിഗ്രി വരുമ്പോഴല്ലേ 1/2 എന്ന് പറയുക. അപ്പോൾ 1/2ന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ് π/3 നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ +1ൽ പഠിച്ച റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ്. കോസ് ഓഫ് π - തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. അപ്പോൾ കോസിന് മുന്നിൽ മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? മൈനസിനെ കളയാൻ വേണ്ടി π - തീറ്റ എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ കോസിന് മുന്നിൽ ഇവിടെ മൈനസ് വന്നു, നമ്മൾ ആ മൈനസിനെ കളയാൻ വേണ്ടിയിട്ട് π - തീറ്റ എന്ന് എഴുതും. കോസ് ഓഫ് π - തീറ്റ π - π/3 ഈക്വൽ ടു കോസ് ഓഫ് 2π/3 കോസ് ഓഫ് 2π/3 കോസ് തീറ്റ ഈക്വൽ ടു കോസ് 2π/3. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്താകും? തീറ്റയുടെ വാല്യൂ 2π/3. 2π/3 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണോ? എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? 0 to π അല്ലേ. അപ്പോൾ 0 to πയിലെ എലമെൻ്റ് ആണ് 2π/3. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 2π/3 ആണ്. ഇതാണ് നമ്മുടെ NCERT ബേസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയർ ഈ ചോദ്യം അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ നോക്കൂ, മറ്റൊരു രീതിയിൽ നമുക്കിതിനെ കാണാം. ഈ രീതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്, കംഫർട്ടബിളാണ്. നമ്മൾ പഠിച്ച റിസൾട്ടാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്നത് എന്താ പഠിച്ചേക്കണേ? π മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് x എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? π മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയാം അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു π മൈനസ് എന്ത് പറയും? π/3 വിച്ച് ഈസ് ഈക്വൽ ടു 2π/3. എത്ര സിമ്പിളായിട്ട് കഴിഞ്ഞു. ദിസ് ബിലോങ്സ് ടു ദ ഇൻ്റർവൽ 0 to π. That is why we can say that the principal value of cos inverse of -1/2 is equal to 2π/3 നമുക്ക് പറയാം അല്ലേ. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 2π/3 എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എത്ര സിമ്പിൾ സ്റ്റെപ്പിൽ കടന്നുപോയി. അപ്പോൾ ഒരു റിസൾട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിച്ചത് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോബ്ലം കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അടുത്ത ഒരു ചോദ്യം നമുക്ക് കാണാം മക്കളെ. ഈ ചോദ്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം കണ്ടോ, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഈ ഒരു ചോദ്യം പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2, ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2, സംതിങ് സെയിം ആണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2, സംതിങ് സെയിം ആണെങ്കിൽ അങ്ങനെ റിസൾട്ടുകൾ ഉണ്ടല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൽ ചെയ്യുന്നതിന് മുന്നേ, ആദ്യത്തെ എക്സർസൈസിൽ കിടക്കുന്ന ഈ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ആ റിസൾട്ട് പഠിക്കുവാണെങ്കിലുണ്ടല്ലോ 2 സ്റ്റെപ്പിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ചെയ്ത് കഴിയാൻ പറ്റും. നോക്കൂ, ആ റിസൾട്ടുകളൊന്ന് നോക്കൂ. സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2, ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2. ഈ റിസൾട്ട് ഈ ചോദ്യത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നത് കാണും മക്കളെ. നോക്കൂ, ഇതിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അത് π/4 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ കാണുന്നില്ലേ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ആ സംതിങ് എന്ന് പറഞ്ഞാൽ -1/2 സെയിം സാധനമല്ലേ. അതുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടെ കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2 എന്ന്. ഈ π/2 എന്ന് പറഞ്ഞാൽ 2π/4 എന്നല്ലേ. പിന്നെ ഒരു π/4 കൂടി ചേർന്ന ടോട്ടൽ 3π/4 അല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം ഈ റിസൾട്ട് അറിയാമെങ്കിൽ. ഈ റിസൾട്ട് പഠിക്കാതെയാണ് നമ്മൾ NCERT ഈ ചോദ്യം ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഉപയോഗിച്ച
കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2 എന്ന് പറയുന്ന റിസൾട്ടിൻ്റെ പ്രസക്തിയെ പറ്റിയാണ്, ഈ ചോദ്യത്തിലുണ്ടാകുന്ന പ്രസക്തിയെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനെയും ഇവാലുവേറ്റ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? അത് π/4 ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 2π/3 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് -π/6 ആണ്. ആ -π/6ഉം 2π/3ഉം π/4ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് നോർമൽ പ്രൊസീജിയറിൽ ഇത് 3π/4ലേക്ക് എത്തുക. പക്ഷേ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സിമ്പിളായിട്ടാണ് എൻസെറ്റിലെ ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കാണൂ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഇസ് ഈക്വൽ ടു ഡാഷ്. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2. ഇവിടെ ഇത് നമ്മുടെ എൻസിആർടിയിൽ തന്നെ കിടക്കുന്ന ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ്. അപ്പോൾ മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ എൻസിആർടിയിലെ സകല ചോദ്യങ്ങളും 1 by 1 ആയിട്ട് നമ്മൾ സെറ്റാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ 100% ഷുവറായിട്ടും 100% മാർക്കിലേക്ക് എത്താൻ പറ്റും. അത് ഓർക്കുക. സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ. സീക്ക് ഇൻവേഴ്സ് ഓഫ് നമ്മൾ പഠിച്ചു വെച്ച റിസൾട്ട് എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്നത് π മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് x അല്ലേ? π മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് x. അങ്ങനെയാണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ ആരാ? π മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 അല്ലേ? π മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ π മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുന്നതിന് സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് π മൈനസ് π/3 അല്ലേ? π മൈനസ് π/3 എന്ന് പറഞ്ഞാൽ 2π/3 അല്ലേ? കണ്ടോ? അപ്പോൾ ഈ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2ൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ മാറ്റി കണ്ടുപിടിച്ചാൽ 2π/3 എന്ന് വരും. ഇവിടെ നമുക്ക് കൊടുക്കാം അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ വരുന്നത് π/3 എന്നാണ്. 60 ഡിഗ്രി വരുമ്പോഴാണ് ടാൻ തീറ്റ √3 വരിക. മൈനസ് ഓഫ് ഇവിടെ എന്ത് വരണം? 2π/3 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. അത് എന്ത് വരും? π/3 മൈനസ് 2π/3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -π/3 എന്ന് വരും അല്ലേ? -π/3 എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ? സെക്കൻഡ് ഓപ്ഷൻ ബി ചോയ്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് പോകാം. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ചോദ്യമാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്തൊരു ചോദ്യം പ്രൂവ് ദാറ്റ് ചോദ്യമാണ്. ഇത് സാധാരണ നമ്മൾ +1 പഠിച്ചിരിക്കുന്ന മൾട്ടിപ്പിൾ ആംഗിൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലേ? sin 2θ, sin 3θ, അതുപോലെ cos 2θ, cos 3θ ഇവരുടെയൊക്കെ ഇൻവേഴ്സ് ഫോമുകളാണ് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ എൻസിആർടിയിൽ സെക്കൻഡ് ഇയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ആർച്ചസിനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എക്സിന് sin θ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് കിട്ടും അല്ലേ? 3 sin θ മൈനസ് 4 sin cube θ എന്ന് പറഞ്ഞാൽ എന്താ? sin 3θ അല്ലേ? ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ചോദ്യങ്ങൾ +1 ഈ റിസൾട്ടുകളെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് sin 3θ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. sin 3θ എന്ന് പറഞ്ഞാൽ 3 sin θ മൈനസ് 4 sin cube θ എന്ന് പറയുന്ന തരത്തിൽ. പിന്നെ അതുപോലെ തന്നെ cos 3θ ബേസ് ചെയ്തിട്ടുള്ള ഇൻവേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. cos 3θ എന്ന് പറഞ്ഞാൽ 4 cos cube θ മൈനസ് 3 cos θ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ tan 3θ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇൻവേഴ്സിനകത്തുണ്ട്. അത് വരുന്ന സ്ട്രക്ചർ ഇങ്ങനെയാണ്. tan 3θ = 3 tan θ മൈനസ് tan cube θ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 tan square θ 1 മൈനസ് 3 tan square θ. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ നമ്മുടെ ഇൻവേഴ്സ് ക്വസ്റ്റ്യനകത്ത് വരുമ്പോഴത്തേനും ഈ സൈന് പകരം എക്സ് ആയിരിക്കും. 3x മൈനസ് 4x³ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും. അങ്ങനെയല്ല ഇവിടെ വന്നിരിക്കുന്നത്, നോക്കിക്കേ കണ്ടോ. ഇനി അതേപോലെ ഇതിനെ ഇൻവേഴ്സ് ക്വസ്റ്റ്യനായിട്ട് മാറുമ്പോൾ 4x³ മൈനസ് 3x എന്ന് പറയുന്ന ഒരു ടേം ആയിരിക്കും നമ്മുടെ ഇൻവേഴ്സിന് പ്രൂവ് ദാറ്റ് ചോദ്യത്തിനകത്ത് ഉണ്ടാവുക. ഇവിടെയാണെങ്കിൽ ഇത് ഇൻവേഴ്സിനകത്ത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3x മൈനസ് x³ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x² എന്ന് പറയുന്ന ഒരു തരത്തിലേക്കാണ് ചിന്തിക്കുന്നത്. അപ്പോൾ 3 tan ഇൻവേഴ്സ് പ്രൂവ് ദാറ്റ് 3 tan ഇൻവേഴ്സ് ഓഫ് x = tan ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് x³ ബൈ 1 മൈനസ് 3x². ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ റിവേഴ്സ് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന സംഗതികളാണ്. sin 2θയുടെയും cos 2θയുടെയൊക്കെ റിസൾട്ടുകളില്ലേ, അതിനെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രൂവ് ദാറ്റ് ചോദ്യങ്ങൾ ഇതിനകത്ത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായി നോട്ടീസ് ചെയ്ത് പഠിക്കണം. ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർച്ചസിനെ നമ്മൾ വിളിക്കുക. ആർച്ചസെ നീങ്ങുക. ആർച്ചസിനെ വിളിച്ചു. ആർച്ചസ് ഇങ്ങ് വരുക. ആർച്ചസ് വന്ന് നമ്മൾ അങ്ങ് എഴുതി വെക്കുക.
സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ് എന്ന് എഴുതി വെച്ചു. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചിന്തിക്കണം എങ്ങനെയെന്ന് അറിയാമോ? എക്സിന് എന്ത് വാല്യൂ കൊടുത്താലാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് കിട്ടുന്നത് നോക്കിയാൽ മതി. അതല്ലാതെ ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. √(a² - x²) ഞാൻ അടുത്ത ഒരു ചോദ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരും ഏതൊക്കെയാണ് നമ്മൾ ബൈഹിട്ട് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് പുട്ട് x is equal to sin theta so that theta is equal to sin inverse of x. ഇവിടെ കൊടുക്കുകയാണേ sin inverse 3 sin theta minus 4 sin cube theta. അപ്പോൾ എന്ത് വരുന്നു? സൈൻ ഇൻവേഴ്സ് ഓഫ് 3 sin theta മൈനസ് 4 sin cube theta. ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു. ഇതിനെന്ത് പറയാൻ പറ്റും? sin 3 theta എന്ന് പറയാൻ പറ്റും അല്ലേ? sin 3 theta സൈൻ ഇൻവേഴ്സ് ഓഫ് sin theta ഈക്വൽ ടു തീറ്റ. അങ്ങനെ സൈൻ ഇൻവേഴ്സ് ഓഫ് sin theta ഈക്വൽ ടു തീറ്റ എന്ന് എഴുതണമെങ്കിൽ ഒരു കണ്ടീഷൻ ശരിയാവാനുണ്ട്. തീറ്റ ബിലോങ്സ് ടു ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -90 + 90. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് sin 3 theta എന്ന് എഴുതണമെങ്കിൽ അവിടെ എന്ത് കണ്ടീഷൻ ശരിയാവണം? 3 theta എന്ന് പറയുന്നത് ബിലോങ്സ് ടു -90 + 90 എന്ന് എഴുതണം. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അത് പ്രൂവ് ചെയ്യാനൊന്നും പോകട്ടെ, ഞാനത് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ നമ്മൾ സബ്ജക്റ്റീവ് എഴുതുമ്പോൾ ഇത്രയും പ്രസൻറ്റ് ചെയ്താൽ മതിയാകും. ഈക്വൽ ടു 3 ഇൻറ്റു തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദിസ് ഈസ് ഈക്വൽ ടു LHS, hence the proof. ഇത്രയുമാണ് സബ്ജക്റ്റീവിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ പേഴ്സണൽ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഈ ചോദ്യത്തിനകത്ത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഇങ്ങനെ കണ്ടീഷൻസ് തരുന്നത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് sin 3 theta എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1/2 +1/2 ഇടയിലാണെന്ന് പറയുന്നത്. നോക്കൂ, അതിൻ്റെ റീസൺ കാണിച്ചു തരാം. -1/2 <= x <= 1/2 എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്നത്? ഇത് കണ്ടോ, 3 theta പറ്റിയല്ലേ ചിന്തിക്കണ്ടേ? അപ്പോൾ എല്ലാ ടേമിൻ്റെയും സൈൻ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണേ. സൈൻ ഇൻവേഴ്സ് എടുക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 <= സൈൻ ഇൻവേഴ്സ് ഓഫ് x <= സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ -30° -π/6 അല്ലേ? <= ഇതിനെയല്ലേ നമ്മൾ തീറ്റ എന്ന് വിളിച്ചത്? <= ഇവിടെ അല്ലേ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ π/6 അല്ലേ? 3 വെച്ച് എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ, അപ്പോൾ 3 θ എവിടെ കിടക്കണം നമുക്ക് അറിയാൻ പറ്റും അല്ലേ? 3 കൊണ്ട് എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -90 <= 3 θ +90 എന്ന് വരും. -90ക്കും +90ക്കും ഇടയിലാന്ന് കിട്ടി കണ്ടോ? അതാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. അത് നമുക്ക് ബോർഡ് എക്സാമിനേഷൻ ലെവൽ വരുമ്പോൾ ഈ ഒരു പ്രൂഫ് നമുക്ക് ഇപ്പോൾ എടുത്ത സിറ്റുവേഷനിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 100% മാർക്കും ആ ചോദ്യത്തിനകത്ത് കിട്ടും. പക്ഷേ നിങ്ങൾ ഈ കണ്ടീഷൻ ഇവിടെ എഴുതി വെച്ചിരിക്കണം. ബിക്കോസ് ഓഫ് 3 θ ബിലോങ്സ് ടു -90 + 90 ആണെന്നുള്ള കാര്യം നിങ്ങളത് സ്പെസിഫൈ ചെയ്തിരിക്കണം ബോർഡ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് 100%ലേക്ക് എത്താനുള്ള വഴി. അതല്ലെങ്കിൽ നോക്കാം. അടുത്തൊരു മനോഹരമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ ഇങ്ങനെയാണ് പോകുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് √(1 + x² - 1 / x ≠ 0. ഇവിടെ x ≠ 0 എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്തിനാ? നമുക്കറിയാം, അതൊരു ഫ്രാക്ഷനാണ്. ഡിനോമിനേറ്ററിൽ x വന്നിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ x എന്ന് പറയുന്നത് വാല്യൂവിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അത് നോട്ട് ഡിഫെൻഡ് ആയിട്ട് വരും അല്ലേ? നോട്ട് ഡിഫെൻഡ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യത്തിനകത്ത് x ≠ 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഇരിക്കുന്നത്. ഇനി ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കണം, എങ്ങനെ ചെയ്തു പോകണം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇവയൊക്കെയാണ്. √(a² - x² പാറ്റേണിൽ വന്നാൽ നമുക്ക് എടുക്കാവുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെയാണ്. x = a sin θ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ x = a cos θ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ √(x² + a² പാറ്റേണിലാണ് വരുന്നതെങ്കിൽ എക്സിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? a tan θ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അതല്ലെങ്കിൽ x = a cot θ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
ഇതേപോലെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ സീക്ക് തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അതല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ കൊസീക്ക് തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ എക്സിന് പകരം എ സൈൻ തീറ്റ കൊടുത്താൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ ആവില്ലേ? എ സ്ക്വയറിനെ കോമൺ എടുത്തുകൂടെ റൂട്ടിനകത്ത്? എ സ്ക്വയറിനെ കോമൺ എടുത്താൽ എ സ്ക്വയറിൻ്റെ 1 മൈനസ് സൈൻ സ്ക്വയർ ആവില്ലേ? 1 മൈനസ് സൈൻ സ്ക്വയറിനെ കോസ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അങ്ങനെ റൂട്ട് ഓഫ് എ സ്ക്വയർ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എ സൈൻ എ കോസ് തീറ്റ ആയില്ലേ? അപ്പോൾ റൂട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടില്ലേ? ഇങ്ങനെ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്യപ്പെടത്തക്ക രീതിയിലാണ് പ്രോബ്ലം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് ഈ റാഡിക്കലൊക്കെ ഇല്ലാതായി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. പിന്നെ ചില സന്ദർഭങ്ങളിൽ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് എന്നും റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് എന്നും ഇങ്ങനെയുള്ള ടേംസ്, അത് മേളിൽ മൈനസ് ആയി താഴെ പ്ലസ് ആയാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കേസ്, അതല്ലെങ്കിൽ ഈ എക്സിന് പകരം എക്സ് സ്ക്വയർ ആയി എന്ന് വിചാരിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ആ എക്സിൻ്റെ ഈ പൊസിഷനിൽ വരിക്കുന്ന ടേമിന് നമ്മൾ കോസ് 2 തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ റെഡിയാകും. പ്രോബ്ലം സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ റൂട്ട് എക്സ് മേളിലും താഴെ റൂട്ട് എക്സ് ആണ് വന്നേക്കണമെങ്കിൽ റൂട്ട് എക്സ് ഈക്വൽ ടു കോസ് 2 തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയറിന് കോസ് 2 തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണോ വരുന്നത് 1 പ്ലസ് എക്സ് 1 മൈനസ് എക്സ് ഈ പാറ്റേണിൽ വരുമ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ പറ്റും. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു കോസ് 2 തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ 1ന് പകരം എ ആണ് എങ്കിൽ അല്ലേ നമുക്ക് അറിയാൻ പറ്റും എ സ്ക്വയർ ആണ് വരുന്നത്, എ സ്ക്വയർ എക്സ് സ്ക്വയർ പാറ്റേൺ ഒക്കെയാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ച് അവിടെ സംഭവിപ്പിച്ചാൽ മതി. എന്ന് വെച്ചാൽ 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നതിനെ 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. 2 കോസ് സ്ക്വയർ തീറ്റ നമ്മൾ റൂട്ട് എടുക്കുമ്പോഴത്തേനും അത് റൂട്ട് എലിമിനേറ്റഡ് ആയി മാറും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഇവിടെ ഈ ചോദ്യം സിംപ്ലിഫൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റൂട്ടിനകത്ത് 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നിട്ടുണ്ട് അല്ലേ? 1 പ്ലസ് എക്സ് സ്ക്വയർ വരുമ്പോൾ ഏതാണ് ചൂസ് ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പാറ്റേൺ ആണെന്ന് ചിന്തിക്കാം. എയുടെ സ്ഥാനത്ത് എന്താ 1 ആണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ? എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കണം. അപ്പോൾ ഞാനത് എഴുതാണ്. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. എ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എ 1 ആയതുകൊണ്ട് ജസ്റ്റ് ടാൻ തീറ്റ. സോ ദാറ്റ് സബ്ജക്റ്റീവ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കണം. സോ ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇങ്ങനെ ഇത് നേരെ കൊടുക്കുകയാണേ. നമ്മുടെ പ്രോബ്ലം ടാൻ ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്ന ഈ ചോദ്യത്തിൽ നമ്മൾ ചിന്തിച്ചെഴുതുകയാണ്. ടാൻ ഇൻവേഴ്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ. ഇനി റൂട്ടിന് പുറത്ത് -1 ഉണ്ട്, താഴെ ആരുണ്ട്? എക്സ് ഉണ്ട്. എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടാൻ തീറ്റ കൊടുക്കാം. ഇനി ചിന്തിച്ചേ, 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? അത് സീക്ക് സ്ക്വയർ അല്ലേ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എന്നായി. ഇനി എന്താ ചിന്തിക്കേണ്ടത്? ടാൻ ഇൻവേഴ്സ് സീക്ക് തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യണത് എന്നാണെന്നറിയാമോ? ഈ സീക്കിനെയും ടാനിനെയും സൈൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 1 ബൈ കോസ് തീറ്റ -1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതുന്നത് ക്യാൻസലേഷൻ സ്റ്റെപ്പിൽ എഴുതാണ്. ഇവിടെ വരുന്നത് കാണുക. ടാൻ ഇൻവേഴ്സ് ഓഫ് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണേ. 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. താഴെ ടാൻ തീറ്റയെ ഞാൻ എന്തെഴുതി? സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന രീതിയിൽ എഴുതി വെച്ചു അല്ലേ? ഇനി ഈ ബൈ കോസ് ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്താ പറഞ്ഞേ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ്. അതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? +1 ട്രിഗണോമെട്രിയിൽ ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചു. 1 പ്ലസ് കോസ് തീറ്റ ആണെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്നും 1 മൈനസ് കോസ് തീറ്റ ആണെന്നുണ്ടെങ്കിൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നും റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 മൈനസ് കോസ് അല്ലേ? അപ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇനി താഴെയാണെങ്കിലോ സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റയെ നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ എന്നാ സംഭവിക്കണേ? 2 സൈൻ തീറ്റ ആയതുകൊണ്ട് തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2.
ഇനി ഏതൊക്കെ ടേമുകളാണ് ക്യാൻസലേഷൻ വരുന്നത്? 2 2 കട്ട് ചെയ്ത് പോകും. ഒരു സൈൻ തീറ്റ ബൈ 2 സൈൻ തീറ്റ ബൈ 2 കട്ട് ചെയ്ത് പോകും. ബാലൻസ് വരുന്നത് എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2. കണ്ടോ, ഒരു സൈൻ തീറ്റ ബൈ 2 മേളിലുണ്ട്, താഴെ ഒരു കോസ് തീറ്റ ബൈ 2 ഉണ്ട്. സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്താണ്? ടാൻ തീറ്റ ബൈ 2 ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2 എന്താണ്? തീറ്റ ബൈ 2. തീറ്റ ബൈ 2 എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു തീറ്റയുടെ വാല്യൂ എന്താ? നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ നേരെ കൊടുക്കാം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ഇതാണ്, ഹാഫ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ചോദ്യം ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഒരുപാട് സ്ഥലങ്ങളിൽ ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ പഠിക്കുന്നത് കൊണ്ട് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് നമുക്കുണ്ട്. ഈ സെയിം ചോദ്യം തന്നെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ട് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നമുക്കുണ്ടല്ലോ, അതിനകത്ത് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ആ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ചോദ്യത്തിനകത്ത് ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം അവസാനത്തെ ഒരൊറ്റ സ്റ്റെപ്പാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡി ബൈ ഡി എക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഡെറിവേറ്റീവ് 1/1 + x² എന്ന് എഴുതുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പ് മാത്രം. അപ്പോൾ ഇത് മുഴുവനും ഈ സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങൾ NCERT നമ്മൾ പഠിക്കുന്നത് മുഴുവനും നമുക്ക് പ്രയോജനപ്പെടും. എവിടെയും കൂടി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് കൂടി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Find the value of tan inverse of 2 cos 2 sin inverse of 1/2. ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത 2024 നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ ഈ ചോദ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതേ ചോദ്യമാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് ഇത് കീം എക്സാമിനേഷൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, കണ്ടോ, എൻട്രൻസ് പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചാണ്. NCERT ടെക്സ്റ്റ് ബുക്കിലെയാണ് 2024 സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷന് ഈ ചോദ്യം ഉണ്ടായിരുന്നു താനും. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കൂ, എത്ര സിമ്പിളായിട്ട് ഇത് ആൻസർ ചെയ്യാമെന്ന് നോക്കൂ. ഇത് മനക്കണക്കായിട്ട് ചെയ്യാവുന്ന രീതിയാണ് അല്ലേ. സൈൻ ഇൻവേഴ്സ് 1/2 നമ്മൾ ചിന്തിക്കുക. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി. 30 ഡിഗ്രിയുടെ 2 വെച്ച് മൾട്ടിപ്ലൈ എത്രയാണ്? 60 ഡിഗ്രി. 60 ഡിഗ്രിയുടെ കോസ് എടുത്ത് എത്രയാണ്? 1/2. 1/2 2 വെച്ച് മൾട്ടിപ്ലൈ എത്രയാണ്? 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എത്രയാണ്? 5/4. ചുമ്മാ പറയാവുന്ന ചോദ്യമാണ് 5/4. പക്ഷേ നമുക്ക് ഈ സബ്ജക്റ്റീവ് ലെവൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പുകൾ എഴുതണ്ടേ, അതിനുവേണ്ടി മാത്രം ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഈ ചെയ്യുന്ന അവസാനത്തെ സംഗതി ഉണ്ടല്ലോ, സൈൻ ഇൻവേഴ്സ് 1/2, അതിനെ മാത്രം ഞാൻ ആദ്യം സിംപ്ലിഫൈ ചെയ്യുകയാണേ. ബാക്കി എല്ലാം അതുപോലെയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 ടൈംസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2, അതിനെ നമുക്ക് എന്ത് എഴുതാം? π/6 എന്ന് എഴുതാം. ഓക്കെ, π/6 എഴുതാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഈ ചോദ്യം നിങ്ങളൊന്ന് കോപ്പി ചെയ്തിട്ട് വേണം തുടങ്ങാൻ കേട്ടോ. ദിസ് ഗിവൺ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണം ആ സ്റ്റെപ്പ് തുടങ്ങാൻ. ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? കോസ് ഓഫ് π/3 എന്ന് വരും അല്ലേ, കോസ് π/3. അപ്പോൾ എന്താ സംഭവിക്കുക? ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു കോസ് π/3 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് കോസ് 60 ഡിഗ്രിയുടെ വാല്യൂ 1/2 ആണ് അല്ലേ. 1/2 2 കൂടി കട്ട് ചെയ്ത് പോകത്തില്ലേ? ഇപ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 1ൻ്റെ വാല്യൂ എത്രയാണ്? π/4 എന്ന് വരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ ബോർഡ് എക്സാമിനേഷൻ. ക്ലിയർ അല്ലേ? നമുക്ക് പോയാലോ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2 ഈക്വൽ ടു ഡാഷ്. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടുകളുണ്ട്. നമ്മൾ പഠിച്ചു വെക്കേണ്ട റിസൾട്ടുകൾ ഇതൊക്കെയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy എന്ന് പറയുന്ന റിസൾട്ട്. ഇത് xy എന്ന് പറയുന്നത് <1 ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ, ഇതല്ലെങ്കിൽ എന്താ xy എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് >1 ആണെങ്കിൽ ഈ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് എന്ന് വരും. xy എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് >1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആംഗിളും 45 ഡിഗ്രിനേക്കാൾ വലിയ ആംഗിളുകൾ വരുന്ന സിറ്റുവേഷനിൽ അത് ഉറപ്പായിട്ടും അത് ഒബ്റ്റ്യൂസ് ആംഗിളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് വരും. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ. ഇത് ആരുടെ ഇൻവേഴ്സ് ഫോമാണെന്ന് അറിയാമോ മക്കളെ? നമ്മൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് ടാൻ എ പ്ലസ് ബി ഇല്ലേ, ടാൻ എ പ്ലസ് ബി പ്ലസ് 1 പഠിച്ചേക്കണേ. ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 - ടാൻ എ ടാൻ ബി. അതിനെ ടാൻ എ എക്സ് എന്നും ടാൻ ബി എ വൈ എന്നും വിളിച്ച് നേരെ റിവേഴ്സ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ ആദ്യം എഴുതിയ റിസൾട്ട്. ഇനി
ടാൻ എ മൈനസ് ബി എ റിവേഴ്സ് ചെയ്ത് നേരെയും കൊണ്ടുവരാം. ടാൻ എ എന്ന് പറയുന്ന എക്സും ടാൻ ബി എന്ന് പറഞ്ഞാൽ വൈ എടുത്ത് എ മൈനസ് ബി എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ടാൻ എടുക്കുന്നു, ഇൻവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണിത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് ഇൻറ്റു വൈ. ഇവിടെ ഈ സൈനൊക്കെ ഓർത്തിരിക്കാം കേട്ടോ. ലെഫ്റ്റ് സൈഡ് പ്ലസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ടോപ്പ് പ്ലസ് ആയിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് താഴെ വരും. ടാൻ ഇൻവേഴ്സിൻ്റെ കേസ് കണ്ടോ, ഡിഫറൻസ് വരുമ്പോൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് മൈനസ് ആണ്, റൈറ്റ് സൈഡ് ടോപ്പ് മൈനസ് ആയിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും താഴെ വരിക. അങ്ങനെ ആ സൈനൊക്കെ ചില കുഞ്ഞുങ്ങൾ എടുക്കുമ്പോഴേക്കും അതൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കാൻ ലെഫ്റ്റിൽ എന്താണോ സൈൻ അത് തന്നെ റൈറ്റ് ടോപ്പിൽ വരും, അതിൻ്റെ ഓപ്പോസിറ്റ് താഴെ വരും. അങ്ങനെ ആ ലോജിക്കലി ഓർത്തിരിക്കും. ഇനി നമുക്കറിയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുന്നതും അല്ലെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/xന് സെയിമാണ്. അതേപോലെ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 1/xന് സെയിമാണ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/xന് സെയിമാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസിൽ ഇങ്ങനെയും എക്സ് ലെസ് ദാൻ 0 വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് ഇവിടെ വരുന്നുണ്ട്. പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുന്നതാണ് റിസൾട്ടായിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഈ ചോദ്യത്തിൽ ഇത്തരം റിസൾട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ കരുതി വയ്ക്കുക. ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചോദ്യത്തെ സമീപിക്കാനായിട്ട് പോവുകയാണ്. ദ ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2. ഇത് നേരെ കൺവേർട്ട് ചെയ്ത് ആദ്യത്തെ പാർട്ടിനെ സൈൻ ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം, കോട്ട് ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം. ഈ രണ്ട് പ്രോബ്ലം നമ്മുടെ മുന്നിൽ നിൽക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് പറയുന്നതിനെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നോക്കിയെടുക്കുന്നതാണ് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഗതി. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇത് ഇങ്ങനെയാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5നെ നമ്മൾ തീറ്റ എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈൻ ദാറ്റ് ഇംപ്ലൈസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 3/5 എന്ന്. സൈൻ തീറ്റ 3/5 വരത്തക്ക രീതിയിൽ ട്രയാങ്കിൾ തീറ്റ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓപ്പോസിറ്റ് സൈഡ് 3 ആണ്, ഹൈപ്പോട്ടനസ് 5 ആണ്, അഡ്ജസ്റ്റന്റ് സൈഡ് അപ്പോൾ എത്ര വരും, 4 വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ടാൻ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 3/4. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും, ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. കണ്ടോ, സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5. ആ സെയിം കറസ്പോണ്ടിങ് തീറ്റ എന്ന് പറയുന്ന സാധനം നോക്കിക്കേ, ഈ സെയിം ട്രയാങ്കിളിൽ നിന്ന് കിട്ടിയ എന്താ, ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ 3/4. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ആണ് പറയുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, കോസ് ഇൻവേഴ്സ് ആണ് പറയുന്നതെങ്കിൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഇനി മക്കളെ നിങ്ങളിത് ട്രയാങ്കിൾ വരയ്ക്കാതെ വെറുതെ ഇവിടെ നോക്കിയിട്ട് പറയുന്നേ. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിനകത്ത് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം 3 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും 5 എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസും ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് എത്രയായിരിക്കും, 4 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിന് സെയിം ആയിട്ട് കോസ് ഇൻവേഴ്സ് ആണ് പറയണമെങ്കിൽ എന്ത് സംഭവിക്കും, അഡ്ജസൻറ്റ് 4 പറയും, ഹൈപ്പോട്ടന്യൂസ് താഴെ വരും. ഇനി ടാൻ ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ എന്ത് പറയും, ഓപ്പോസിറ്റ് മേളിൽ വരും, അഡ്ജസൻറ്റ് താഴെ വരും. ഇത്ര സിമ്പിളല്ലേ നോക്കിക്കേ. അപ്പോൾ ഫിഗറും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയൊക്കെ എഴുതി ചെയ്യും. പിന്നെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈസി ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെ രസകരമാക്കാൻ പറ്റും. നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കീറാമുട്ടയല്ല, ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ടാൻ ഓഫ് ഇതിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി ഇവിടുത്തെ കോട്ട് ഇൻവേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്ക് എന്താ, നമ്മളിവിടെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കോട്ട് ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/, എന്ന് പറയുന്ന ഈ റിസൾട്ട് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, ഇവിടെ കണ്ടീഷൻ പോസിറ്റീവ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/3 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മുടെ ഫോർമുല, ഇതേ ഈ ഫോർമുല ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഞാൻ നിങ്ങളെല്ലാവരും ചെയ്യുന്ന രീതി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ, ഇത്രേ ഉള്ളൂ. അപ്പോൾ വരുന്നത് എന്താ നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 9 + 8 17 ഡിവൈഡഡ് ബൈ 12 ബൈ, ഇവിടെ എന്താ ഇത് കട്ട് ചെയ്ത് പോകത്തില്ലേ, ഇവന് കട്ട് ചെയ്ത് പോകത്തില്ലേ, 2 വരത്തില്ലേ. 1 - 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/2 അല്ലേ. 1/2ന് നമുക്ക് 6 ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം കേട്ടോ. അങ്ങനെ എന്തിനാ എഴുതിയെന്നറിയാം, ഈ 12 കട്ട് ചെയ്ത് പോയും. അപ്പോൾ എന്താ വരിക, ടാൻ ഇൻവേഴ്സ് ഓഫ്
17/6. ദിസ് ഈസ് ഈക്വൽ ടു 17/6. നമ്മൾ എന്താ റിസൾട്ട് ഉപയോഗിച്ചത്? ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ഫോർമുല. എക്സ് എനി നമ്പർ ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സ് ബിലോങ്സ് ടു ആർ എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്ന ഡൊമൈൻ. അതെ, ഇത് ഇത്രയും ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇത് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ മനക്കെടുക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട് മക്കളെ. അതെന്താണെന്നറിയാമോ? ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയേ. 3 × 3 എത്രയാ? 9. 4 × 2 എത്രയാ? 8. ഇനി ഡിനോമിനേറ്ററിൻ്റെ പ്രൊഡക്റ്റ് എത്രയാ? 12. ന്യൂമറേറ്ററിൻ്റെ പ്രൊഡക്റ്റ് എത്രയാ? 8. അപ്പോൾ 12 - 8, സോറി, ന്യൂമറേറ്ററിൻ്റെ പ്രൊഡക്റ്റ് 3 × 2 എന്ന് പറയുന്ന സാധനം 6. 12 - 6, ദിസ് ഈസ് ഈക്വൽ ടു 9 + 8 എന്ന് പറയുന്നത് 17 ആൻഡ് 12 - 6 എന്ന് പറയുന്ന സാധനം 6. ഇതല്ലേ ആൻസർ? നോക്കിക്കേ, നമ്മൾ എത്രയോ സബ്ജക്റ്റീവ് ലെവൽ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകളിലൂടെ കടന്നു വരണം. ഒബ്ജക്റ്റീവ് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ നേരെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ജസ്റ്റ് അവിടെ വെച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണോ മേളിലത് ഇതുണ്ട്, മേളിൽ സൈൻ വരേണ്ടത് എന്താ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ അത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ആണെങ്കിൽ പ്ലസ് ആണ് അവിടുത്തെ സൈൻ. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ മേളിൽ പ്ലസ് ആണ് വരേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ താഴെ വരണം. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ മേളിൽ മൈനസ് വരും, അതിൻ്റെ ഓപ്പോസിറ്റ് താഴെ വരും. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി അല്ലേ? സിമ്പിളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 ഈസ് ഈക്വൽ ടു ഡാഷ്. ഇത് എന്ത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാമോ? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. ഇത് ഒരുപാട് തവണ കീം എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്, ബോർഡ് എക്സാമിനേഷൻ CBSE സ്റ്റുഡൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് മനോഹരമായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് കാണിച്ചു തരാം. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഈ കോസ് ഇൻവേഴ്സ് ഓഫ് ഈ ഡിനോമിനേറ്ററിനേക്കാൾ ന്യൂമറേറ്റർ കൂടുതൽ വരുന്ന ചോദ്യമില്ലേ, ദേ സിമ്പിൾ സ്റ്റെപ്പിൽ ആൻസർ പറയട്ടെ. ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സബ്ജക്റ്റീവ് ചെയ്ത് കാണിച്ചു തരാം. ഈ 7ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 7ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. 1 6ൽ നിന്ന് മൈനസ് ചെയ്ത് എത്ര വരും? 5 വരും. ഈ 6 അതുപോലെ ചേർത്തിട്ട് പൈ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഇത് ഇത്ര സിമ്പിളാണ്. ഇനി ഈ ചോദ്യം സബ്ജക്റ്റീവ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം എവിടം വരെ പോകും നമുക്ക് കാണാം. ആദ്യം നമ്മുടെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ എന്ന് എഴുതണമെങ്കിൽ തീറ്റ എവിടെയായിരിക്കണം? തീറ്റ ബിലോങ്സ് ടു 0 to π ആയിരിക്കണം. ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6നെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6നെ എങ്ങനെ എഴുതാൻ പാടില്ല? ഈക്വൽ ടു 7π/6 എന്ന് എഴുതാൻ പാടില്ല. കാരണം എന്താ? ബിക്കോസ് ഓഫ് 7π/6 ഡസ് നോട്ട് ബിലോങ്സ് ടു 0 to π. ഇതാണ് കാരണം. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൽ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കോസ് 7π/6നെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കോസ് 7π/6ന് ഇക്വലൻ്റ് ആയിട്ടുള്ളതും എന്നാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തുള്ളതുമായ ആംഗിളിന് കറസ്പോണ്ടിങ് കോസ് വൈൻ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. ഇതാ വരുന്നു കോസ് ഓഫ് 7π/6. നീ വാ. ചില കുട്ടികൾ ഇത് വേറൊരു തരത്തിൽ ചിന്തിക്കുവേ. കോസ് ഓഫ് 7π/6ൻ്റെ എക്സാക്ട് വാല്യൂ അങ്ങ് കണ്ടുപിടിക്കും. +1 ട്രിഗണോമെട്രി പഠിച്ചാൽ ഈസിയല്ലേ. എന്നിട്ട് നേരെ കോസ് ഇൻവേഴ്സ് ഓഫ് ആ എക്സാക്ട് വാല്യൂ കൊടുക്കും. അപ്പോൾ കിട്ടുന്ന ആൻസർ അത് എക്സാക്ട് ആൻസർ ആണേ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ കോസ് 7π/6 ഞാൻ NCERT ബേസ് ചെയ്ത് ചിന്തിക്കുകയാണ്. കോസ് 7π/6 ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഓഫ് π + π/6. ചിലർക്കൊരു ബുദ്ധിമുട്ട് ഇതെങ്ങനെയാണ് ഈ സ്പ്ലിറ്റിംഗ് നടക്കണമെന്നാണ്. അതുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് ഈ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ ഈസി ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ പൈയുടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 7/6 എന്ന് പറയുന്നതാണ്. അപ്പോൾ 7 ഡിനോമിനേറ്റർ 6 ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയാണ്, 7നെ 6 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 6ഉം 1 വന്നില്ലേ. അപ്പോൾ 7/6 ക്യാൻ ബി 1 + 1/6 എഴുതാമല്ലോ. എല്ലാറ്റിനെയും പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ 7π/6 ഈക്വൽ ടു 1 × π + π/6. കണ്ടോ സ്പ്ലിറ്റിംഗ്? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണോ പൈയുടെ കോയിഫിഷ്യൻ്റ് ആ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ നേരെ കൊണ്ടുപോകുക, ഡിവൈഡ് ചെയ്യുക, മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതുക, എല്ലാത്തിനെയും പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, പക്കയായി കിട്ടിയിരിക്കും. നേരെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് നമുക്കറിയാം കോസ് π + π/6 എന്ന് പറയുമ്പം നമുക്കറിയാം തേർഡ് ക്വാഡ്രൻറ്റിലെ കോസ് ആണ്, മൈനസ് ആണ് വരുന്നത് നമുക്കറിയാം. മൈനസ് കോസ് π/6. ചിലർ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്,
നേരിട്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്. ചിലർ പഠിച്ചേക്കണം ഇങ്ങനെയാണ്, 2 × 90 ആയതുകൊണ്ട് 2 ഈവൻ ഫംഗ്ഷൻ വരുന്നു. ഈവൻ ഫംഗ്ഷൻ വരുന്നത് കൊണ്ട് സെയിം ഫംഗ്ഷൻ എഴുതണം. അങ്ങനെ കോസ് തന്നെ എഴുതി വെച്ചു, cos π/6. പിന്നെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ചിന്തിക്കുകയാണ്, 1 × 90 2 × 90 ഇവിടം വരെ വന്നു, പ്ലസ് π/6 തേർഡ് ക്വാഡ്രൻറ്റിൽ ചാടിപ്പോയി. തേർഡ് ക്വാഡ്രൻറ്റിൽ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, കോസ് ഓൾ സിൽവർ ടീ കപ്പ് വെച്ചിട്ട് കോസിൻ്റെ സൈൻ നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റും. ഇനി ചിന്തിക്കണം, ഈ മൈനസ് സ്റ്റാർട്ടിങ്ങിലുള്ളതിനെ കളയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കോസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് എഴുതിയാൽ മതി. നമുക്കറിയാം ബിക്കോസ് ഓഫ് കോസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ? മൈനസ് കോസ് തീറ്റ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചു, പഠിച്ചു, കിട്ടി. 5π/6 കിട്ടിയാണ്ടോ? ഇപ്പോൾ ഈ 5π/6 എന്ന് പറഞ്ഞാൽ 0ക്കും പൈക്കും ഇടയ്ക്കുള്ള വാല്യൂവുമാണ്, ആർക്ക് തുല്യവുമാണ്? കോസ് ഓഫ് 7π/6 ഈക്വലൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോസ് 7π/6 ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. കോസ് ഇൻവേഴ്സ് ഓഫ് 7π/6 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എന്തെന്ന് പറയാൻ പറ്റും? 5π/6 എന്ന് പറയാം അല്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ ഈക്വൽ ടു തീറ്റ. തീറ്റ എന്ന് എഴുതണമെങ്കിൽ തീറ്റ ബിലോങ്സ് ടു ഇറ്റ്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to π. സോ ദ ഫൈനൽ ആൻസർ ഈസ് 5π/6. ഇതാണ് നമ്മൾ സിംഗിൾ സ്റ്റെപ്പിൽ ആദ്യമേ ആൻസർ പറഞ്ഞത് ഓപ്ഷൻ ബി ആണെന്ന്. സബ്ജക്റ്റീവ് ലെവൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നൗ വി ക്യാൻ go to the next question. Sin of π/3 minus sin inverse of -1/2. നമ്മുടെ NCERT ബേസ് ചെയ്ത ചോദ്യമാണ്, മനോഹരമായൊരു ചോദ്യമാണ്. ഇത് നമ്മുടെ ബോർഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ കണ്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. സൈൻ π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്ന റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് അത് കാര്യങ്ങൾ നേടാൻ പറ്റും. ഞാൻ ഈ ചോദ്യം ഒന്ന് എഴുതാണ്. സൈൻ ഓഫ് π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഇതിൽ ഉപയോഗിക്കാവുന്ന റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്നതിനെ മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് x നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സൈൻ ഓഫ് π/3 നീ അവിടെ നിൽക്കൂ. ഇവിടെ മൈനസ് പുറത്തേക്ക് വരുമ്പോൾ ഈ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. അപ്പോൾ ഇതിന് പകരം മൈനസ് കൊടുക്കുമ്പോൾ ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് വരികയും ചെയ്യും. നമുക്കറിയാവുന്ന കാര്യമല്ലേ, സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് π/6 അല്ലേ? നേരെ കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ റേഡിയനിൽ ആഡ് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര ഈസിയാണ് ഡിഗ്രിയിലേക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, 60 30 കൂടി ചേരുമ്പോൾ 90 ഡിഗ്രി. 90 എന്ന് പറഞ്ഞാൽ π/2 ആണ്. നേരെ ഇങ്ങനെ അങ്ങനെ ശീലിച്ചാൽ കുറച്ച് സ്പീഡ് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ യൂസ്ഡ് ആണ് ഡിഗ്രി മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആകും. പക്ഷേ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നേരെ ഡിഗ്രി മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കാൽക്കുലേഷൻ നടത്തുക, അവസാനം കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സൈൻ 90 എന്ന് വരും. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. സിമ്പിൾ. 1 എന്ന് പറയുന്നത് ഏതാ ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ കീം ലെവൽ എക്സാമിനേഷനും അതുപോലെ ബോർഡ് എക്സാമിനേഷൻ്റെ വെരി വെരി ഷോർട്ട് ആൻസർ കാറ്റഗറിയിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ആ ചോദ്യം ഇങ്ങനെ പോകുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 ഈസ് ഈക്വൽ ടു ഡാഷ്. ഇവിടെയും നമ്മുടെ റിസൾട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലേ? കോട്ട് ഇൻവേഴ്സ് ഓഫ് -x, കോട്ട് ഇൻവേഴ്സ് ഓഫ് -x. ഇതിന് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പഠിച്ച റിസൾട്ട് ഉണ്ടാവും. അതിനെന്താ പറയാൻ പറ്റുക? പൈ മൈനസ്, ഇത് 0π ഗ്രൂപ്പ് ആയതുകൊണ്ട് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് x നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടുത്തെ കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 എന്ന് മാറ്റി എഴുതാം. ഞാനിവിടെ ചെയ്യുകയാണേ. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് √3. പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് √3. ഇതിൽ എന്തൊക്കെ ചേഞ്ചസാണ്? ഈ മൈനസിനെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മൈനസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് ചെയ്യുമ്പോൾ മൈനസ് പൈ, ഈ മൈനസ് ഇപ്പുറത്തേക്ക് വരും പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 വരും. ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് √3നെയും കോട്ട് ഇൻവേഴ്സ് ഓഫ് √3നെയും നമുക്ക് ഒരുമിച്ച് കണ്ടാൽ എന്ത് പറയാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് ഓഫ് √3നെയും കോട്ട് ഇൻവേഴ്സ് ഓഫ് √3നെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ്,
ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2. അങ്ങനെയാണെങ്കിൽ അല്ല, ഈ സംതിങ് സെയിം ആണെങ്കിൽ ഇവിടെ √3 എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ? അങ്ങനെ വരുമ്പോൾ അതിനെന്ത് പറയാൻ പറ്റും? π/2 എന്ന് പറയാൻ പറ്റും. π/2 മൈനസ് പൈയുടെ വാല്യൂ എത്രയാ? -π/2. -π/2 എന്ന് പറഞ്ഞാൽ ഏതാ വാല്യൂ കിടക്കണേ? നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമുക്ക് എത്രയൊക്കെ റിസൾട്ടുകളാണ് പഠിക്കുന്നത്? വളരെ കുറച്ച് റിസൾട്ടുകളാണ്. അതെല്ലാം രസകരമായിട്ട് ഓർത്തിരിക്കാവുന്ന റിസൾട്ടുകളാണ്. നിങ്ങൾ ആദ്യം പഠിക്കുന്നത് എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്ന റിസൾട്ട്. റേഞ്ചിനെ ബേസ് ചെയ്ത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ, ആ കാറ്റഗറി റിസൾട്ട് നന്നായിട്ട് തലയിൽ കയറ്റി വയ്ക്കണം. ഇങ്ങനെ ഒരു വിധത്തിൽ അങ്ങ് പഠിച്ചാൽ മതി. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ ഈക്വൽ ടു തീറ്റ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ. ഈ ഒരു സീരീസ് ഓഫ് റിസൾട്ടാണ് ആദ്യത്തേത്. ഇത് റേഞ്ചിനെ ബേസ് ചെയ്ത്. ഇതിനൊക്കെ കറസ്പോണ്ടിങ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ തീറ്റ കിടന്നാൽ മാത്രമേ ഈ റിസൾട്ടിനൊക്കെ വാലിഡിറ്റി ഉള്ളൂ കേട്ടോ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ വരണമെങ്കിൽ തീറ്റ ബിലോങ്സ് ടു -90 + 90. സോ ഇവിടെ ഡൊമൈൻ ബേസ് ചെയ്ത ഇതേ കാറ്റഗറി വരുന്ന റിസൾട്ട് ഉണ്ട്. അതാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. അവിടെ എക്സ് ബിലോങ്സ് ടു -1 + 1. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. ആ ഒരു സീരീസ് ഓഫ് റിസൾട്ട്, ആ ഒരു ഋതത്തിൽ അത് പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്നത് ഈ ഒരു സെറ്റ് ഓഫ് റിസൾട്ടാണ്. അതെന്താണെന്ന് അറിയാമോ? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ അക്യൂട്ട് ആംഗിളിൻ്റെ സം എടുത്താൽ 90 ഡിഗ്രി വരും എന്ന് പറയുന്നതാണ് ഈ ഇൻവേഴ്സ് റിസൾട്ട്. അതിങ്ങനെ പോകുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2. സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2. സീക്ക് ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2. സംതിങ് സെയിം ആണെങ്കിൽ. ഇതാണ് പൈതഗോറസ് തിയറമായിട്ട് റൈറ്റ് ട്രയാങ്കിളിൻ്റെ അക്യൂട്ട് ആംഗിളിൻ്റെ സം എടുത്താൽ 90 ഡിഗ്രി കിട്ടുമെന്ന് പറയുന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ഇൻവേഴ്സ് റിസൾട്ടാണ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ്, അത് തൊട്ട് മുന്നിലത്തെ പ്രോബ്ലത്തിൽ ചെയ്ത ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 - xy എന്ന് പറയുന്ന റിസൾട്ട് പഠിക്കാം. അത് എക്സിൻ്റെയും വൈയുടെയും പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസും ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസും ലെസ് ദാൻ 1 വരുന്ന കേസും ഉണ്ട്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഇങ്ങനെ, ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നതെങ്കിൽ π+ ചേർത്തിട്ടുള്ളതാണെന്ന് നമ്മൾ തൊട്ട് മുന്നിലത്തെ സ്ലൈഡിൽ എഴുതിയതാണ്. ഇനി ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു എന്നുള്ള ഈ ഫോർമുല, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 + xy എന്ന് പറയുന്ന ഈ കാറ്റഗറി. ഈ സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയൊക്കെ കേസ് വരുവാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് എ എന്നും ബി എന്നും ഒക്കെ എടുത്തിട്ട് നോർമൽ ട്രിഗണോമെട്രിയിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഫോർമുലേഷനിലൂടെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒത്തിരി ഹയർ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പോകുന്നത്. ഈ ഒരു ചോദ്യം കൂടി കാണും. 3 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് π ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്കിപ്പോൾ പറഞ്ഞ അക്യൂട്ട് ആംഗിളിൻ്റെ സം ഒരു ട്രയാങ്കിളിനകത്ത്, റൈറ്റ് ട്രയാങ്കിളിനകത്ത് 90 ഡിഗ്രി എന്ന് പറയുന്ന റിസൾട്ട് എങ്ങനെയാണ് ഇതിനകത്ത് യൂസ്ഫുൾ ആകുന്നത് നോക്കൂ. 3 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇല്ലേ, 3 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 2 ടാൻ ഇൻവേഴ്സ് എന്ന് ഇവിടെ ഞാൻ എഴുതുക. 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് തന്നിരുന്നത് π എന്നാണ് നമ്മുടെ ചോദ്യമായിരുന്നു. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ എഴുതാണ്. ഈക്വൽ ടു π എന്ന് പറയുന്നതിന് സ്പ്ലിറ്റ് ചെയ്ത 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π. ഇനി നമ്മുടെ റിസൾട്ട് നോക്കിയേ, ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2. 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് π/2 ഈക്വൽ ടു π അല്ലേ. ഈ π/2നെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π - π/2. π - π/2 അതെന്താ പറയുക? π/2 എന്ന് വരും അല്ലേ. 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് π/2 ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്തായിരിക്കും? π/4 ആയിരിക്കും അല്ലേ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് π/4 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ടാൻ π/4 അല്ലേ. ടാൻ π/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 1 എന്നല്ലേ വരിക. ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് മറുപടി. ഹായ് മക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്